നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് ശനിയാഴ്ച രാത്രി 10 മണിക്ക് നടക്കാൻ പോകുന്ന ബൊറൂസിയ ഡോട്ട്മണ്ടും ഹെർത്ത ബെർലിനും തമ്മിലുള്ള മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസുമാണ്. ഇപ്പോൾ ആക്ച്വലി എൻ്റെ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഞാൻ എൻ്റെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് 1 to 2 ഗുഡ് മാച്ചസ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മാച്ച് മൂന്നാമത്തെയാണ്, നാളെ നടക്കാൻ പോകുന്നതിന് മൂന്നാമത്തെ മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് പ്രൊവൈഡ് ചെയ്യുന്നതിന് 3 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാച്ച് വളരെ നല്ലൊരു മാച്ചാണ്. നാളെ നടക്കാൻ പോകുന്നതിൽ 3 മാച്ചും ഓൾമോസ്റ്റ് നല്ല മാച്ചാണ്, ഇതും നല്ലൊരു മാച്ചാണ്. 2, നാളെ ശനിയാഴ്ചയാണ്, അപ്പോൾ എല്ലാവർക്കും ടൈം കിട്ടും കളിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കളയുന്നില്ല, അത് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നോക്കുമ്പോൾ ഞായറാഴ്ച വേറെ ബുണ്ടസ്ലീഗയുടെ 3 മാച്ചസ് നടക്കുന്നുണ്ട്. അതിൽ 3 എണ്ണത്തിൽ ഓൾമോസ്റ്റ് 3ഉം റിസ്കിയാണ്. പിന്നെ അതിൽ കളിക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ മാച്ചേ ഉള്ളൂ. അപ്പോൾ ആ ഒറ്റ മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞായറാഴ്ച വേറെ നല്ല മാച്ചസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെയുള്ള ഈ 3 നല്ല മാച്ചസ് തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്, ആ 3 റീസൺസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ബൊറൂസിയയുടെ മാച്ച് തരാമെന്ന് വിചാരിച്ചത്, ഈവൻ ദോ എൻ്റെ ഷെഡ്യൂള് 2 വീഡിയോസ് ആണെങ്കിലും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എല്ലാവരും എന്നോട് സഹകരിക്കണം, എൻ്റെ വീഡിയോ ഒന്നുകൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം, എല്ലാവരും വ്യൂ ചെയ്ത് GL അടിക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് അവേ നമുക്ക് പ്രിവ്യൂയിലേക്ക് പോകാം. പ്രിവ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ബൊറൂസിയ ഡോട്ട്മണ്ട് ആ ഒരു ബയേൺ മ്യൂണിക്കിൻ്റെ ഒരു മാച്ച് ഒഴികെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലോണം പെർഫോം ചെയ്ത ഒരു സൈഡാണ്. അപ്പോൾ അവർ ഹെർത്ത ബെർലിനെ അവരുടെ സ്വന്തം ഹോം ഗ്രൗണ്ടിലേക്ക് വെൽക്കം ചെയ്യുവാണ്. അപ്പോൾ ലാസ്റ്റ് ഹോം മാച്ച് ബയേൺ മ്യൂണിക്കായിട്ട് അവർ തോറ്റായിരുന്നു, ദാറ്റ് ഈസ് ബയേൺ മ്യൂണിക്. അപ്പോൾ ബയേൺ മ്യൂണിക്ക് ടോപ്പ് ടീമാണ്, അവരെ തോൽപ്പിക്കാനാവുന്നില്ല. ആ ഒരു ടീമിനെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോമിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളൊരു ടീമാണ് ബൊറൂസിയ ഡോട്ട്മണ്ട്. അപ്പോൾ നാളത്തെ മാച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ലൂസിയൻ ഫാവറയുടെ സൈഡ് കറൻ്റ്ലി സെക്കൻഡാണ്. അപ്പോൾ ഹെർത്തയുടെ പോയിന്റ് 9th ആണ്, അവർ 38 പോയിൻ്റാണ് 29 ലീഗ് മാച്ചസ് നിന്ന്. പിന്നെ മാച്ച് പ്രിവ്യൂവിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോട്ട്മണ്ട് ലാസ്റ്റ് 7 മാച്ചിലും ജയിച്ചിട്ടുണ്ട് 8 കളികളിൽ. പക്ഷേ അവരുടെ പോയിന്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 7 പോയിന്റ്സ് ആണ്. ദാറ്റ് ഈസ് ക്വൈറ്റ് എ സർപ്രൈസ്. ആക്ച്വലി ആ ബയേൺ മ്യൂണിക്കായിട്ടുള്ള ഒരു മാച്ച് തോറ്റതാണ് അവർക്ക് ഇത്രയധികം പോയിന്റ് ഡിഫറൻസ് വരാനായിട്ടുള്ള ഒരു കാര്യം. ആക്ച്വലി ആ മാച്ച് ജയിച്ചിരുന്നെങ്കിൽ അവർക്ക് പിന്നെ ടൈറ്റിലിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബയേൺ മ്യൂണിക്ക് ഒത്തിരി മുന്നിലാണ്, അപ്പോൾ അവരെ തളയ്ക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അന്നത്തെ ആ മാച്ചിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജോഷുവ കിമ്മിച്ചിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസ്മരികമായ ഒരു ഗോൾ ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു ഒറ്റ ഗോളിലാണ് 2 ബെസ്റ്റ് ടീംസിനെ സെപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഡോട്ട്മണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ച് വിന്നിംഗ് ബേസിലായിട്ടാണ് അവരുടെ റീസ്റ്റാർട്ടിന് ശേഷം അവർ വന്നത്. അവർ 6 ഗോൾസാണ് ആ ഒരു ലോസിന് ശേഷം പാഡ്ബണുമായിട്ട് എടുത്തത്. അതിൽ ജാഡൻ സാൻചോ ബ്രില്യൻ്റ് ആയിട്ടൊരു ഹാട്രിക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അവർ ഇത്രയും നാളും സബ്ബായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സാൻചോ പിന്നെയും നമ്മുടെ മെയിൻ ലൈനപ്പിലോട്ട് വന്നു, ഹാട്രിക്ക് അടിച്ചു. വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് സാൻചോ. അപ്പോൾ ഈ ഒരു മാച്ചും ഹെർത്തയ്ക്കെതിരെ അവർക്ക് ജയിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് അവർക്ക് പിക്ക് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ലാസ്റ്റ് 2 ഫിക്ചേഴ്സും ഈ സെയിം ഹെർത്തയിലൂടെ ജയിച്ചിട്ടുണ്ട്. അതിൽ 2-1 വിക്ടറി റിവേഴ്സിൽ ബെർലിൻ അവരുടെ ഹോം ഗ്രൗണ്ടിൽ 2-1 റിവേഴ്സിൽ അവർ ജയിച്ചിട്ടുണ്ട് നമ്മുടെ ബൊറൂസിയ ഡോട്ട്മണ്ട്. ഹെർത്തയെ സംബന്ധിച്ചിടത്തോളം അവരും വളരെ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു ടീമാണ്. അവർ 3 കളി ജയിച്ചു, അതുപോലെ ഒരെണ്ണം ഡ്രോ ആണ് ലാസ്റ്റ് 4 മാച്ചസിന് ആഫ്റ്റർ ദ റിഡംഷൻ. അപ്പോൾ അവരും നല്ലൊരു ഫോമിൽ നിൽക്കുന്ന ഒരു ടീമാണ്. പക്ഷേ ബൊറൂസിയയുടെ ഹോം അഡ്വാൻറ്റേജ് വളരെ വളരെ വലുതാണ്. ഇനി ഹെർത്തയെ സംബന്ധിച്ചിടത്തോളം അവർ യൂണിയൻ ബെർലിനെയും ഹോഫൻഹൈമിനെയും 3-0 4-0 ബീറ്റ് ചെയ്തൊരു ടീമാണ്. അതുപോലെ ഇംപ്രസീവ് RP ലെഗ്സ്പെഗുമായിട്ടും അവർ ഒരു പോയിന്റ് എവേ കരസ്ഥമാക്കിയിട്ടുണ്ട് May 27. അതുപോലെ ഹെർത്ത വളരെ സ്ട്രോങ് ആണ്. ഓക്സ്ബർഗിൻ്റെ 2-0, അവർ 3 ക്ലീൻ ഷീറ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കറൻ്റ്ലി 9th പൊസിഷനിലാണ്, ജസ്റ്റ് 4 പോയിന്റ്സ് ബാക്കിലോട്ടാണ് 6th പ്ലേസ് വൂൾസ്ബർഗുമായിട്ടും. അപ്പോൾ അവർക്കും ഈ ഒരു ജയം എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്. ഇനി ഡോട്ട്മണ്ടിൻ്റെ ബുണ്ടസ്ലീഗ ഫോം നോക്കുവാണെങ്കിൽ ഒരൊറ്റ ലോസ് ഒഴികെ ബാക്കിയെല്ലാം വിന്നാണ്. ഇനി ഡോട്ട്മണ്ടിൻ്റെ ഓൾ കോമ്പറ്റീഷൻ നോക്കുവാണെങ്കിൽ 2 ലോസ് മാത്രമാണ്. ഇത് ഒരെണ്ണം PSG ആയിട്ടുള്ള ലോസാണ്, ഇതൊരെണ്ണം ബയേൺ മ്യൂണിക്കുമായിട്ടുള്ളതാണ്.
ഇനി ഹെർത്തയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോസ് ഒന്നുമില്ല, അല്ല അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ എങ്കിലും അവർ പിടിച്ചിട്ടുണ്ട്. ഇനി മാച്ചിന്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോട്ട്മണ്ട് 29 മാച്ച് 65 പ്രീവിയസ് ബുണ്ടസ്ലീഗ മീറ്റിംഗ്സിൽ 29 എണ്ണം ജയിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 5 അവർ ജയിച്ചിട്ടേ ഇല്ല, 3 ലോസ് 2 ഡ്രോ ആണ്. ഇനി സാൻജോ 3 ടൈംസ് സ്കോർ ചെയ്തിട്ടുണ്ട്, അതുപോലെ 3 അസിസ്റ്റും എടുത്തിട്ടുണ്ട് ലാസ്റ്റ് 4 ലീഗ് ഗെയിംസിൽ ഹെർത്തയ്ക്കെതിരെ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റാണ്. സാൻജോ തന്നെയാണ് ഇംപ്രസീവ് ആയിട്ടുള്ള ക്യാപ്റ്റൻ. ഇനി ഹാളൻഡിനെ നോക്കുവാണെങ്കിൽ ഹാളൻഡ് 9 ടൈംസ് സ്കോർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ലാസ്റ്റ് 5 ഒരൊറ്റ പ്രാവശ്യമാണ് സ്ട്രക്ക് ചെയ്തിട്ടുള്ളത്. ഹാളൻഡ് കളിക്കാനുള്ള ചാൻസ് കുറവാണ്. സപ്പോസ് ഹാളൻഡ് കളിക്കുകയാണെങ്കിൽ എന്തായാലും എടുക്കുക. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൊക്കെ ബാക്യു തന്നെയാണ് അവരുടെ ഹെർത്തയുടെ മെയിൻ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ലാസ്റ്റ് 8 ലീഗ് മാച്ചസിൽ ഒരിക്കൽ മാത്രമാണ് ലുക്കെ ബാക്യു ഗോൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ മേ ബി ഫോം വീണ്ടെടുക്കാനുള്ള ഒരു ചാൻസും കൂടെയാണത്. ഇനി ഡോട്ട്മണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഡോട്ട്മണ്ട് 2-1 ജയിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു അസംഷൻ. ഹെർത്ത അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും സെക്യൂർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെർത്തയെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്സെറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. പക്ഷേ ഡോട്ട്മണ്ട് ഹോം അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു 2-1 പോകാം. ആ ഒരു 3 പോയിന്റ്സ് അവർ മാക്സിമം എടുക്കാം. അതുകൊണ്ട് ഹെർത്തയെ സംബന്ധിച്ചിടത്തോളം ആ 3 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ചാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇനി സേഫ് പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ക്യാപ്റ്റൻ ജെ സാൻജോ, യൂണിവേഴ്സൽ വൈസ് ക്യാപ്റ്റൻ ഹസാർഡ്, പിന്നെ ഹക്കീമി വിങ്ങർ, ബ്രാൻഡ്, പിന്നെ ഗുറേറോ. ലുക്കെ ബാക്യു ആക്ച്വലി റിസ്കി ക്യാപ്റ്റൻ ഓർ വൈസ് ക്യാപ്റ്റൻ ആണ് ഞാൻ പറയാം. അതുപോലെ തന്നെ കുൻഹേം അതുപോലെ തന്നെ റിസ്കി ക്യാപ്റ്റൻ ഓർ വൈസ് ക്യാപ്റ്റൻ ഓപ്ഷനാണ് കുൻഹേം. ഇവർ രണ്ടുപേരും റിസ്കി ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഓപ്ഷൻസ് ആണ്. ലുക്കെ ബാക്യുവിന്റെ പെർസെൻറ്റേജ് സെലക്ഷൻ കുൻഹേക്കാളും കുറവാണ്. പക്ഷേ എന്നിരുന്നാലും ഹെർത്തയെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അപ്സെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബുണ്ടസ്ലീഗ നമ്മുടെ ബൊറൂസിയയുടെ ഹോം അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്സെറ്റ് വരത്തില്ല എന്നുള്ളതാണ് പ്രതീക്ഷ. നമുക്ക് പറയാൻ പറ്റത്തില്ല. സംടൈംസ് അങ്ങനെ ഒരു അപ്സെറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഫുട്ബോളിൽ. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് 90% 100% ആൾക്കാരുടെയും ക്യാപ്റ്റൻ ചോയ്സ് ജെ സാൻജോ, വൈസ് ക്യാപ്റ്റൻ ഹസാർഡ് ആയിരിക്കും. ഇനി ലൈനപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയായിരിക്കും ലൈനപ്പ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഹമ്മൽസിനെ കാണാൻ പറ്റില്ല. ഹമ്മൽസിന് പകരം എംബ്രെ ഖാനെ ഡിഫൻഡറിലോട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഗോളി റോമൻ ബുർക്കി, പിന്നെ മാനുൽ അക്കഞ്ചി, എംബ്രെ ഖാൻ, പിഷക്, പിന്നെ റാഫേൽ ഗുറേറോ ആസ് ഓൾവേസ്, തോമസ് ഡെലാനി, ആക്സൽ വിറ്റ്സൽ മെയിൻ ലൈനപ്പിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അഷ്റഫ് ഹക്കീമി, ജാഡൻ സാൻജോ, ജൂലിയൻ ബ്രാൻഡ്, തോർഗൻ ഹസാർഡ്. അപ്പോൾ സ്റ്റിൽ ഹാളൻഡ് നമ്മുടെ ലൈനപ്പിൽ വരുന്നില്ല. ഹാളൻഡ് ഇഞ്ചുവേർഡ് ആണ്. പിന്നെ ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെഡ ഡെബിസിവിക് നല്ലൊരു പ്ലെയറാണ്, വ്ളാഡിമർ ഡറിഡ, പിന്നെ ലുക്കെ ബാക്യുവയുടെ മെയിൻ ഗോൾ സ്കോറർ, പിന്നെ ജവാരിയോ ഡിൽറോസൻ, പെർക്ലിജൻസ് കെൽബ്രേഡ്, മാർക്കോ ഗ്രുജിക്, പിന്നെ പീറ്റർ പെക്കാരിക്, ഡെഡ്രിക് ബോയോട്ട, ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ഡെഡ്രിക് ബോയോട്ട, പിന്നെ ജോർഡൻ ടൺറിഗ, പിന്നെ മാക്സ്മിലിയൻ മിറ്റൽസ്റ്റാറ്റ്. പിന്നെ അവരുടെ ഗോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൺ ജാസ്റ്റൈൻ ആണ്. ഇനി ഹോം അഡ്വാൻറ്റേജ് നോക്കാൻ നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഡോട്ട്മണ്ടിനെ പറഞ്ഞതെന്നുള്ളത്. 45 ഗോൾസ് മാത്രം അവർ അടിച്ചിട്ടുണ്ട്, 11 ഗോൾസ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ, 1 ലോസ്. അതും ബയൺ മ്യൂണിക്കെതിരെയാണ് അവർ ലോസ് ആയിരിക്കുന്നത്. 14 മാച്ചിൽ നിന്ന് 10 വിന്ന് 3 ഡ്രോ 1 ലോസ് മാത്രമാണ്. ഈവൻ ബയൺ മ്യൂണിക്ക് 2 ലോസ് ഉണ്ട്, പക്ഷേ ഡോട്ട്മണ്ട് 1 ലോസാണ്. അപ്പോൾ ഹോം അഡ്വാൻറ്റേജ് ഏറ്റവും കൂടുതലുള്ള ഒരു ടീമാണ് ഡോട്ട്മണ്ട്. ഇനി ഹെർത്തയെ സംബന്ധിച്ചിടത്തോളം ഹെർത്തയുടെ എവേ സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിഞ്ഞ 5 മാച്ചിൽ 3 വിന്നാണ്, 1 ഡ്രോയും 2 ഡ്രോ ആണ്. അതും RP ലെക്സ്പെഗു ആയിട്ടാണ് ഡ്രോ ആയിരിക്കുന്നത്. പിന്നെ 1 ഫോർച്യൂണർ ഡിസ്റ്റോർ. അപ്പോൾ വളരെ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു ടീമാണ്. ബട്ട് അവരെ സംബന്ധിച്ചിടത്തോളം 23 ഗോൾസും 22 ഗോൾസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എസ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഹെർത്തയായിട്ട് നടന്ന മാച്ചിൽ ഞാൻ ഗോൾ അടിച്ച് തരാമെന്നുള്ള ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ മാച്ചിൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ഡറിഡയാണ്. പിന്നെ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാൻജോയും തോർഗൻ ഹസോർഡാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. അതിൽ ഹമ്മൽസിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മാച്ചിൽ അവർ ജയിച്ചിട്ടുണ്ട്. ഇനി 16-3 നടന്ന മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് ഞാൻ കാണിക്കാം. അതിലും ഡോട്ട്മണ്ട് തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു ക്ലോസ് മാച്ച് ആയിരുന്നു. 3-2 അവർ ജയിച്ചിരിക്കുന്നത്. അതിൽ ഗോൾ അടിച്ചിരിക്കുന്ന 1 റോയസ് ആണ്, പിന്നെ ഡെലാനി, പിന്നെ സഡഗുഡൊക്കെ ഇഞ്ചുവേർഡ് ആണ്. സലമൻ കലവ് ആണ് അന്ന് ഗോൾ അടിച്ചിരിക്കുന്നത്. സലമൻ കലവ് ഇപ്പോൾ ഈ ടീമിലുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. ഹെർത്ത BSCയിലുണ്ട്, പക്ഷേ ഇപ്പോൾ ബെഞ്ചിലാണ് പ്ലെയർ.
പിന്നെ ഡോട്ട്മണ്ട് റീസെൻറ്റ് ഹോം സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാം. ഒരൊറ്റ മാച്ചിലാണ് തോറ്റിരിക്കുന്നത്. ബാക്കി 5 മാച്ചുകളിൽ ഒരെണ്ണം ലോസ്, ബാക്കി 4 ജയിച്ചു. അതിൽ 3 ക്ലീൻ ഷീറ്റാണ്. ഒരെണ്ണം മാത്രം പാരീസ് സെന്റ് ജെർമനുമായിട്ട് ഒരെണ്ണം 2-1 ആണ്. ഈവൻ PSG-യിലാണെങ്കിലും അവരുടെ ഹോം അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാവും. തിരിച്ച് പാരീസിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ അവർ തോറ്റുപോയി ബൊറൂസിയ. അപ്പോൾ ഹോം അഡ്വാൻറ്റേജ് ഏറ്റവും ഉള്ളൊരു ടീമാണ് ബൊറൂസിയ. നിങ്ങളത് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഹെർത്തയെ സംബന്ധിച്ചോളം അവരുടെ എവേയും വളരെ നല്ലൊരു റിസൾട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അവർ ഹോഫൻഹൈനുമായിട്ട് ക്ലീൻ ഷീറ്റ് ഉണ്ട്. പിന്നെ ഫോർച്യൂണർ ഡിസ്റ്റർബുമായിട്ട് 3-3 ഡ്രോ ആണ്. പിന്നെ ലൈപ്സിഗുമായിട്ട് 2-2 ഡ്രോ ആണ്. പിന്നെ പാഡർബനായിട്ട് 2-1 ജയിച്ചു. ഇപ്പം മൊത്തത്തിൽ കുറച്ച് നല്ലധികം പ്ലെയേഴ്സ് ഉള്ളൊരു ടീമാണ് രണ്ടും. ഇനി ബൊറൂസിയ ഡോട്ട്മണ്ടിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്റ്റാറ്റിലേക്ക് നമുക്ക് പോകാം. സമ്മറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സാൻജോ, റൂയസ്, റാഫേൽ ഗുറേറോ നമുക്കിവിടെ കാണാം. അതിൽ ഓവറോളിൽ നോക്കുകയാണെങ്കിൽ സാൻജോ, എർലിംഗ് ഹാലൻഡ്, റൂയസ്. പക്ഷേ ഹോമിൽ നമുക്ക് പോവുകയാണെങ്കിൽ സാൻജോ, റൂയസ്, റാഫേൽ ഗുറേറോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എവേയിൽ അത്ര ഫോമില്ല. നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇതിൽ ഹോം അഡ്വാൻറ്റേജ് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് റാഫേൽ ഗുറേറോ. മസ്റ്റായിട്ട് നിങ്ങൾ SL ആണെങ്കിൽ ഇടുക. പിന്നെ അടുത്തത് എർലിംഗ് ഹാലൻഡ്, ഹക്കീമി, തോർഗൻ ഹസാർഡ്, മാറ്റ് ഹമ്മൽസ്, പിന്നെ ജൂലിയൻ ബ്രാൻഡ്. ഇനി ഓഫൻസ് നമുക്ക് പാസിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഹോം അഡ്വാൻറ്റേജ് ഏറ്റവും കൂടുതലുള്ളത് മാർക്കോ റൂയസ് ആണ്. റൂയസ് ഇഞ്ചുവേർഡ് ആണ്, കളിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഉള്ളത് ജാഡൻ സാൻജോ, പിന്നെ എർലിംഗ് ഹാലൻഡ് ഇഞ്ചുവേർഡ് ആണ്. റാഫേൽ ഗുറേറോ നിങ്ങൾക്ക് ഇവിടെ കാണാം. പാക്കോ അൽക്കേസർ ടീം ഷിഫ്റ്റ് ചെയ്തു, ഇപ്പോൾ ഇല്ല ഈ ടീമിൽ. പിന്നെ തോർഗൻ ഹസാർഡ് ഇവിടെ കാണാം. ആക്സൽ വിറ്റ്സൽ, പിന്നെ ജൂലിയൻ ബ്രാൻഡ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ ഉള്ളതിൽ ജാഡൻ സാൻജോ നിങ്ങൾക്ക് ഇവിടെ കാണാം, റാഫേൽ ഗുറേറോ, തോർഗൻ ഹസാർഡ്, ആക്സൽ വിറ്റ്സൽ. അപ്പോൾ ഇതിൽ റാഫേൽ ഗുറേറോ കഴിഞ്ഞ കളിയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റിസ്ക് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ഉപകാരമായി, ഗോളൊന്നും അടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ മാച്ചിൽ ഞാൻ പറയുന്നു റാഫേൽ ഗുറേറോ നിങ്ങൾ റിമൂവ് ചെയ്യാതിരിക്കാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് SL എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പിക്ക് ചെയ്യുക. ഇനി നമുക്ക് ബൊറൂസിയയിലെ ക്യാരക്ടറിസ്റ്റിക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഫിനിഷിംഗ്, സ്കോർ ചാൻസസ്, കൗണ്ടർ അറ്റാക്ക്, അറ്റാക്കിംഗ് ഡൗൺ ദ വിങ്സ്, ക്രിയേറ്റിംഗ് ചാൻസസ് ത്രൂ ബോൾസ്, കമ്മിങ് ബാക്ക് ഫ്രം ലൂസിംഗ് പൊസിഷൻസ്, ഡിഫെൻഡിങ് സെറ്റ് പീസസ് ആൻഡ് സ്റ്റീലിംഗ് ദ ബോൾ ഫ്രം ഓപ്പോസിഷൻ. വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഏരിയൽ ഡ്യുവൽസ്, പ്രൊട്ടക്ടിങ് ദ ലീഡ്. ഇതാണ് അവരുടെ മെയിൻ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ. ഷോർട്ട് പാസസ് ആണ് അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ. പിന്നെ പൊസഷൻ ഫുട്ബോൾ, അറ്റംപ്റ്റ്സ് ടു ദ ബോൾസ് ഓഫൻ, കൺട്രോൾ ദ ബോൾ ഇൻ ദ ഓപ്പോസിഷൻ ഹാഫ്, അറ്റാക്കിംഗ് ഡൗൺ ദ റൈറ്റ്, അറ്റാക്കിംഗ് ദ ലെഫ്റ്റ്. രണ്ട് രീതിയിലും ഹക്കീമി ആണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ടുപേരും സ്ട്രോങ് ആണ്. ഹക്കീമിയും അക്കാഞ്ചിയും രണ്ടും സ്ട്രോങ് ആണ്. റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ് നിങ്ങൾക്ക് കാണാം സ്ട്രോങ് ആണ്. പിന്നെ നോൺ അഗ്രസീവ് ആണ്, പ്ലേ ദ ഓഫ് സെക്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്നത് സാൻജോ ആണ്, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കൊടുത്തിരിക്കുന്നത് സാൻജോ ആണ്. ഇനി ഹോമിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്നത് റൂയസ് ആണ്, രണ്ടാമത് സാൻജോ, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കൊടുത്തിരിക്കുന്നത് സാൻജോ. അപ്പോൾ ഡീഫോൾട്ടായിട്ട് എല്ലാവരുടെയും ക്യാപ്റ്റൻ സാൻജോ. ഇനി വൈസ് ക്യാപ്റ്റൻ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ചോയ്സ് പറഞ്ഞു, ഹക്കീമി ഉണ്ട്, ഹസാർഡ് ഉണ്ട്, ഗുറേറോ ഉണ്ട്, ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം വളരെ നല്ല പ്ലേയേഴ്സാണ്. ഇനി നമുക്ക് ഹെർത്തയുടെ സ്റ്റാറ്റ്സിലേക്ക് പോകാം. ഹെർത്ത ബെർലിൻ്റെ ഓവറോൾ സ്റ്റാറ്റ്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്യൂസ് കുൻഹ നമുക്ക് കാണാൻ പറ്റും ഓവറോളിൽ. പിന്നെ ജോർഗൻ ടൗറിഗ, പിന്നെ പെറ്റാരിക്, ബൊയാട്ട, ഗ്രുജിക്, പ്ലാറ്റൻ ഹാർട്ട്, മിറ്റർസ്മറ്റ്, ഡരീഡ, പിന്നെ ഉള്ളൂ ലുക്ക ബാക്കിയോ. ഇനി ഗോൾസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോമിൽ നമുക്ക് എടുക്കാം. ഹോമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എവേയിൽ കാണാൻ പറ്റുന്നത് ഡോഡി ലുക്ക ബാക്കിയോ. ഏറ്റവും കൂടുതൽ എവേ ഗോൾസ് അടിച്ചിരിക്കുന്ന ഡോഡി ലുക്ക ബാക്കിയാണ്. അതുകൊണ്ട് നിങ്ങൾ SL നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് ലുക്ക ബാക്കിയോ. പിന്നെ ഗ്രുജിക് നല്ലൊരു പ്ലെയറാണ് എവേയിൽ. പിന്നെ ഇപ്സിവിക്, അതുപോലെ ബൊയാട്ട, പിന്നെ ക്രിസ്റ്റോഫ് പിയാടെക്. ഞാൻ എപ്പോഴും എൻ്റെ GL എടുത്ത് പറയുന്ന ഒരു പ്ലെയറാണ് പിയാടെക് എപ്പോഴും സബ് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ പെനാൽറ്റി എക്സ്പേർട്ടാണ്. എന്തെങ്കിലും ഒരു പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ പുള്ളി തന്നെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നല്ലൊരു പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. പിന്നെ വരുന്നുള്ളൂ മാത്യൂസ് കുൻഹ, പിന്നെ ജെബാരിയോ ഡെൽറൂസൻ. അപ്പോൾ ലുക്ക ബാക്കിയോ നാളെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, എലോങ് വിത്ത് റാഫേൽ ഗുറേറോ ഹോം അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ടോപ്പായിട്ടുള്ള പ്ലേയേഴ്സിൽ ലുക്ക ബാക്കിയോ ആണ് 6 ഗോള്, ഇവിടെ അസിസ്റ്റും 5 ഇനി നമുക്ക് എവേ അഡ്വാൻറ്റേജ് നോക്കാം. എവേ ആണെന്നുണ്ടെങ്കിൽ ഗ്രുജിക്കാണ് 4 ഗോള്, 3 അസിസ്റ്റും ഉണ്ട് മെറ്റൽ സ്മിത്തിന്. പിന്നെ ലുക്ക ബാക്കിയോ 4 ഗോൾസ് ഉണ്ട് ഇവിടെ. അതുപോലെ ഇബ്സ്വിക്ക് ഉണ്ട് 3 ഗോൾ, കുൻഹ 2 ഗോൾ, ബൊയാട്ട 2 ഗോൾ. ഇവിടെ നിങ്ങൾക്ക് ബൊയോട്ടയെ കാണാം. അപ്പോൾ ബൊയോട്ടയെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഡിഫൻഡേഴ്സിൽ കൊണ്ടുവരിക. ക്ലീൻ ഷീറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക്
SL ചിന്തിച്ചു കഴിഞ്ഞാലും നിങ്ങളൊരു ഗോളിയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് 4 ഡിഫൻഡർ എന്നുള്ള രീതിയിൽ വയ്ക്കുക. പക്ഷേ ബോയോട്ടെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ SL കൊണ്ടുവരാൻ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. ബെൽജിയത്തിൻ്റെ ഡിഫൻഡറാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കാം, നമ്മുടെ ബെറ്റിംഗ് ഓഡ്സ് ആണെങ്കിൽ ഫേവർ ചെയ്യുന്നത് ബൊറൂസിയ ഡോട്ട്മണ്ടിനെയാണ്. ഹെർത്തയ്ക്ക് 7 ആണ്, ബൊറൂസിയയ്ക്ക് 1.36 ആണ്. ഇനി ഞാൻ എൻ്റെ ബേസ് ടീം ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. എൻ്റെ ബേസ് ടീം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ഗോളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് സപ്പോസ് ഒരു ക്ലീൻ ഷീറ്റ് എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻഡറിൽ നിന്ന് രക്ഷപ്പെടാം, അതായത് നമ്മുടെ ഒപ്പോണൻറ്റിനെ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കുരുക്കാണത്. കാരണം ബോയോട്ടെ അവോയ്ഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ബോയോട്ടെ നല്ല പ്ലെയറാണ്. ഗോൾ അടിക്കാനാണെങ്കിൽ അസിസ്റ്റ് കൊടുക്കാനാണെങ്കിൽ എന്താണെങ്കിലും വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. അതുപോലെ ഇത് 3 ഡിഫൻഡേഴ്സിനെ എടുത്തിട്ടുണ്ട്. 4 ഡിഫൻഡേഴ്സിന് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി എംറെ ഖാൻ മിഡ്ഫീൽഡർ സെക്ഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിഫൻഡറിനെ എടുക്കാൻ പറ്റത്തില്ല. സപ്പോസ് ഹമ്മൽസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹമ്മൽസിനെ എടുക്കാം. പക്ഷേ ബോയോട്ടെ എനിക്കെന്തോ അവോയ്ഡ് ചെയ്യാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ബോയോട്ടെ എടുത്തത്. പിന്നെ ഹോം അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് ഞാൻ ബ്രാൻഡിന് പകരം ഗെറേറോ എടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജൂലിയൻ ബ്രാൻഡിനെ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. പിന്നെ ജാഡൻ സാൻചോ എൻ്റെ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ ഹസാർഡ്. ഞാൻ പറഞ്ഞു അവരുടെ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ലുക്കെ ബാക്യോ ആ ഒരു എവയുടെ ഒരു ഇതനുസരിച്ചിട്ടാണ് ഞാൻ ലുക്കെ ബാക്യോ ഇട്ടിരിക്കുന്നത്. പിന്നെ മാത്യൂസ് കുൻഹ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇട്ടു. പിന്നെ എനിക്ക് പോയിന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ ഇവിടെ ഉള്ള ഒരു പ്ലെയറിനെ സ്കിൽസ് ബോർഡിനെ ഞാൻ ഇട്ടത്. വേറെ വഴിയില്ല, കാരണം 8.5 ഉള്ളൂ. ക്രെഡിറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബേസ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് GL ടിപ്സ് വരുമ്പോൾ നിങ്ങൾക്ക് വേറെയുള്ള ട്രൈ ചെയ്യാനുള്ള പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ സേഫ് പിക്ക് ഒന്നുകൂടെ ഞാൻ പറയാം. ജെ സാൻചോ, ഹസാർഡ്, ഹക്കീമി, ബ്രാൻഡ്, ഗുറേറോ, ലുക്കെ ബാക്യോ അത് റിസ്കിയാണ്. കുൻഹയും അതുപോലെ റിസ്കി CVC ആണ്. ഇനി എൻ്റെ GL പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കി ബാക്യോ തന്നെയാണ് എൻ്റെ GL പിക്കിൽ ഫസ്റ്റ് വരാൻ പോകുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റാറ്റിൽ ഞാൻ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ ഗ്രുജിക് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി കാണും. പിന്നെ ഇപ്സിവിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർവേഡ് ആണ്. ലുക്കെ ബാക്യോ ഇടുന്നതോട് തന്നെ നിങ്ങൾക്ക് ഇപ്സിവിക്കിനെ ഇടാൻ പറ്റുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇപ്സിവിക്കിന് സെലക്ഷൻ 18.68 ഉള്ളൂ. നിങ്ങൾ ലുക്കെ ബാക്യോ അവോയ്ഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്സിവിക്കിനെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ റിസ്ക് ആണ്. SL ഇടണമെന്ന് ഞാൻ നിർബന്ധിക്കത്തില്ല, പക്ഷേ GL ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ബോയാട്ട ഞാൻ പറഞ്ഞു, ബോയാട്ട വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. ജസ്റ്റ് ഒരു C എങ്കിലും കൊടുക്കേണ്ട ഒരു പ്ലെയർ ആണ്. പിന്നെ പിയാടെക് മെയിൻ ലൈനപ്പിലാണെങ്കിലും ഈവൻ സപ്പോസ് സബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, കാരണം വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. പെനാൽറ്റിയുടെ എക്സ്പേർട്ടാണ് പിയാടെക്, വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്. പിന്നെ ഡെൽറൂസിനുണ്ട്, ഡരീഡ ഉണ്ട്. ഇത്രയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. പിന്നെ കുറച്ച് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിൽറോസിനുണ്ട്, ഡറീഡയുണ്ട്. പിന്നെ ആക്സൽ വിറ്റ്സലിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, കാരണം നാളെ മെയിൻ ലൈനപ്പിലോട്ട് വരുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ജസ്റ്റ് ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി എൻ്റെ പ്രഡിക്റ്റഡ് സ്കോർ ലൈൻ GLന് വേണ്ടിയിട്ടുള്ളത് 2-1, 3-1, 3-2, ചിലപ്പോൾ കൂടിപ്പോകാൻ കേട്ടോ, ചിലപ്പോൾ 5 goals ഒക്കെ വന്നിരിക്കാം. പക്ഷേ ഇതെൻ്റെ ഒരു പ്രഡിക്റ്റഡ് അസംഷനാണ്. പിന്നെ 1-1 ഒക്കെ ഹൈ റിസ്ക്കിയാണ്. അതുപോലെ 1-2 എക്സ്ട്രാ ഹൈ റിസ്കി, അവർ ജയിക്കുന്നുള്ള കോൺസെപ്റ്റ് ആയിട്ടിരിക്കുന്നത്. അതുപോലെ 0-1. അപ്പോൾ നിങ്ങൾ GL കളിക്കുമ്പോൾ എപ്പോഴും എക്സ്ട്രാ റിസ്കി ആയിട്ടുള്ള 3-4 ടീം ഇടുക. അതുകൊണ്ട് എക്സ്ട്രാ റിസ്കി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സക്സസ് ആവുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി. അപ്പോൾ ഇതാണ് എൻ്റെ സേഫ് പിക്കും GL പിക്കും. എന്തുകൊണ്ടാണ് റെഡ് മാർക്ക് ചെയ്യുന്നുള്ളതും എന്തുകൊണ്ടാണ് നോൺ റെഡ് മാർക്ക് ചെയ്യുന്നുള്ളതും നിങ്ങൾക്ക് ക്ലിയർ ആയി എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ലുക്കെ ബാക്യും കുൻഹ എന്നുള്ളത് നിങ്ങൾ റിസ്കി CVC ആണ്. നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ SL ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ബേസ് SL ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. സോറി, ക്യാപ്റ്റൻ സാൻചോ, വൈസ് ക്യാപ്റ്റൻ ഹസാർഡ്, എല്ലാവരുടെ യൂണിവേഴ്സൽ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ. ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു ടീമിലായിരിക്കും വരുന്നത്. ബോയോട്ടെ എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യുക, കാരണം ബോയോട്ടെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. എങ്ങാനും ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സാവും, അതുകൊണ്ടാണ് ഞാൻ ബോയോട്ടെ എടുത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ ബേസ് ടീം. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നാളെയുള്ള എല്ലാ മാച്ചസിൻ്റെയും പ്രഡിക്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും GLും SLും ട്രൈ ചെയ്യുക. റിസൾട്ട്സ് ഫേവർ ചെയ്യില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും റിസൾട്ട്സ് ഇടുക, കാരണം എന്നാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അതുപോലെയാണ് എടുത്തു പറഞ്ഞത്. എല്ലാ പ്രാവശ്യവും എനിക്ക് എൻ്റെ പ്രഡിക്ഷൻസ് കറക്റ്റ് ആവണമെന്നില്ല, എനിക്കും തെറ്റ് പറ്റാം. ഐ ആം ഓൾസോ ഹ്യൂമൻ. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പ്രഡിക്ഷൻ വരെ എല്ലാവർക്കും ബൈ.